CPM-ന്റെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ നാടകത്തിന് അന്ത്യം കുറിക്കാൻ പാണക്കാട് കുടുംബം രണ്ടും കൽപ്പിച്ച് ഷാഫിയുടെ കൈയും പിടിച്ച് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. PK ഫിറോസിനെ വെട്ടി വീഴ്ത്താൻ ഒരു വശത്ത് CPM തുടങ്ങിയിട്ടുണ്ട്. അതിനായി ഒരു ധോത്തിമുണ്ടും കൊടുത്ത് മുൻപ് ലീഗിന്റെ നേതാവ് KT ജലീലിനെ തന്നെ പറഞ്ഞയക്കുകയാണുണ്ടായത്. എന്നാൽ KT ജലീലിന്റെ എല്ലാ വാദങ്ങളും പൊളിച്ചുകൊണ്ട് ലീഗിന്റെ യുവനേതാവായ PK ഫിറോസ് എത്തുമ്പോൾ അടുത്തത് ഷാഫി എന്ന് കുറിച്ചുവെച്ച CPM-നെ ഇനി പാഠം പഠിപ്പിക്കാതിരിക്കുന്നത് ടീം UDF-നെ തകർക്കുമെന്ന് കൊടപ്പനക്കൽ പാണക്കാട് കുടുംബത്തിന് കൃത്യം ബോധ്യമായി. മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പാണക്കാട് കുടുംബം UDF-ന്റെ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെയും കൂട്ടുപിടിച്ച് വലിയ പുകില് CPM ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഹജ്ജിന്റെ ഭാഗമായി സൗദി രാജാവ് നേരിട്ട് ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സൗദിയിലായിരുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് UDF യോഗത്തിലേക്ക് എത്താതിരുന്നത്. ഈ കാര്യം കുഞ്ഞാലിക്കുട്ടി തുറന്നു പറഞ്ഞതുമാണ്. എന്നാൽ പാണക്കാട്ടെ കുടുംബത്തിന് കോൺഗ്രസിനോട് അതൃപ്തി എന്നൊക്കെയാണ് അന്ന് അടിച്ചു നിരത്തി പറഞ്ഞത്. അന്ന് ഓങ്ങിവെച്ചതാണ്. പക്ഷേ നിലമ്പൂരിലെ ടീം UDF-ന്റെ വിജയം കൊണ്ടാണ് അന്ന് ഇടതുപക്ഷത്തിന് UDF മറുപടി നൽകിയത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം കേട്ടും കണ്ടും മുന്നോട്ട് പോകാനാവില്ല എന്ന ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിയെ ഒരു കാര്യവും കാരണവുമില്ലാതെ തൊട്ടുപോകരുത് എന്ന് മുനവ്വർ അലി തങ്ങൾ തന്നെ പറയുന്നത്. ഇതേ വിഷയത്തിൽ CPM എങ്ങനെ ഇടപെടുന്നു എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് കൽപ്പറ്റ സിദ്ദീഖ്. ആ രംഗങ്ങളും ഒന്ന് കാണാം. വേറൊരു ചോദ്യം, ഷാഫി പറമ്പലിനെതിരെ ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനം വന്നിരിക്കുക. ഭംഗിയുള്ള സ്ത്രീകളെ ബാംഗ്ലൂരിലേക്ക് വിളിപ്പിക്കും എന്നുള്ള ഒരു ആരോപണം എങ്ങനെയാണ് താങ്കൾ ഒരു CPM-ന്റെ ഒരു ശൈലി ഞാൻ പറയാം. ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക, എന്നിട്ട് പൊതുമധ്യത്തിൽ അപമാനിക്കുക, തെരഞ്ഞു പിടിച്ച നേതാക്കന്മാരെ കേരളത്തിലെ ഒരു യൂത്തിന്റെ ഒരു മൂവ്മെന്റ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും ഉണ്ട്. ആ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞെടുത്ത് അവരെ മുഴുവൻ ഡീഫേസ് ചെയ്ത് അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനം CPIM നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ശ്രീ ഷാഫിക്കെതിരായിട്ടുള്ള ഈ ആക്രമണം. ഒരു തർക്കമില്ല, അതിനെയൊക്കെ ഞങ്ങൾ അതിജീവിക്കും. ഷാഫി മത്സരിക്കുന്ന സമയത്ത് ഷാഫിയെ കമ്മ്യൂണലാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടായല്ലോ. ഇപ്പോൾ ഷാഫിയെ മറ്റു രീതിയിലുള്ള അപമാന ശ്രമം നടത്തുകയാണ്. അങ്ങനെ ഓരോ ആളുകൾക്കെതിരെ ബൽറാമിനെതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായി. ഓരോ ആളുകൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ CPM-ന്റെ ശൈലിയാണ്, സമീപനമാണ്. ഇപ്പൊ കൽപ്പറ്റയിൽ എനിക്കെതിരെ കൊട്ടേഷൻ മാഫിയ ക്രിമിനൽ സംഘത്തലവൻ എന്ന് പറഞ്ഞാണ് CPM-ന്റെ പ്രകടനം നടന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് CPM-ന്റെ സ്ഥിരം ശൈലിയാണ്. അതിലൊന്നും പുറകോട്ട് പോകുന്നവരും പേടിക്കുന്നവരുമല്ല ഞങ്ങളൊന്നും. പൊതുസമൂഹത്തിന് കൃത്യമായി CPM-നെ കുറിച്ച് കൃത്യമായി അറിയാം. ആദ്യം പട്ടി എന്ന് വിളിക്കും, പിന്നെ പേപ്പട്ടിയാക്കും, പിന്നെ തല്ലിക്കൊല്ലാനുള്ള നടപടിയെടുക്കും. ആ തല്ലിക്കൊല്ലലും CPM-ന്റെ സ്വഭാവം പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഷാഫിയെ തൊടാനും ആക്രമിക്കാനും പൊതുസമൂഹം അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരെപ്പറ്റിയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുമായി അതൊന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അത് എന്തും തോന്നുന്നത് വിളിച്ച് പറയുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതിന് സത്യാവസ്ഥ എന്താണെന്നും അറിയാതെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഒരു രീതിയിലുള്ള മാതൃകയുള്ള നടപടി രാഹുലിന്റെ വിഷയത്തിൽ സ്വീകരിക്കണമെന്നുള്ളത് CPM ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് UDF-ഉം അതുപോലെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ചോ അല്ലെങ്കിൽ പാർട്ടിക്കോ പറയാനില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ ഒരു അടിസ്ഥാന തെളിവുകളില്ലാതെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു എത്തിക്സിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, UDF-ഉം കോൺഗ്രസും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിക്കാനില്ല. PK ഫിറോസും KT ജലീലും തമ്മിലുള്ള ഒരു സൈബർ യുദ്ധം പ്രസ് മീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ നേതൃത്വം ആരും ഇതുവരെ ഒരു ഫിറോസിനൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ശക്തമായി അതുമായി ബന്ധപ്പെട്ട് സലാം സാഹിബ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റേതായ വഴിയിൽ രാഷ്ട്രീയപരമായ ഒരു പോരാട്ടമാണ്. അത് ആ വഴിക്ക് നീങ്ങും.